സിസിലി ചക്കച്ചപ്പറമ്പിലെ തേക്ക് തരാം. ഇടി പാതിരാത്ത് കയറി വന്ന് നിന്റെ അപ്പന്റെ തേക്ക് കാണാനല്ല. അമ്മച്ചി ഉറങ്ങി വാ. എനിക്ക് പേടിയച്ച. എന്തിനു പേടിക്കണേ? ഞാനില്ലേ അപ്പുറത്തേക്ക് പോവാ. പേടിയച്ച. എന്തിനാ പേടിക്കണേ? വാ, ഇവിടെ കിടന്ന് ലാഗടിക്കുന്ന സമയം മതിയില്ലേ അവിടെ പോയിട്ട് വരാൻ. എനിക്ക് വലിക്കല്ലേ. ഞാനല്ല വലിക്കുന്നത്. അയ്യോ വലിച്ച്. എന്തോ ഈ പാതിരാത്രിക്ക് നീ എവിടെ പോവാ? ഞാൻ ടാപ്പിങ്ങിന് പോവാ. ഇവളെയും കൊണ്ടോ? ഇവള് ടോർച്ച് അടിച്ചു തരും, ഞാൻ നിന്ന് വെട്ടും. ഇവള് ടോർച്ച് അടിച്ചു തരും, എന്തിയേ ഞാൻ നിന്ന് അടിക്കും. നാളെ പള്ളി പോയി കുമ്പസാരിച്ച് അച്ഛനോട് ഇതല്ലേ ഏറ്റു പറയണം. വളർത്തു ദോഷം. കിടക്കരി. ഈ പാതിരാത്രിക്ക് ഇതുപോലത്തെ പിശാചുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ ഏറ്റു നടന്ന് അടിക്കാൻ ഈ വടി എന്റെ കൂടെ പറമ്പായി പോയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ആ കിണ്ണം കട്ടക്കള്ളൻ കഴുതി കടച്ചൊരു സ്വർണം കട്ടക്കള്ളൻ അന്നം കട്ടക്കള്ളൻ കടക്കണ്ണെറിഞ്ഞും കൊണ്ടുള്ളം കട്ടക്കള്ളൻ. എടാ നീ എന്തു പറഞ്ഞത്? വില്ലേജ് ഓഫീസിന്റെ സൈഡിലൂടെ വഴിയിലൂടെ വരുമ്പം 4ാമത്തെ വീടല്ലേ? എടാ 4ാമത്തെ വീട് ഒരു പട്ടാളക്കാരന്റെ വീട്. അവിടെ ആണെങ്കിൽ 16 പട്ടി അറിയാമോ? അപ്പൊ 8 പട്ടി കുറഞ്ഞതാണ് നിനക്ക് വിഷമം. മോഷണം ഒരു കലയാണ്. ഈ കല നടത്തിയെടുക്കാൻ ബാക്കിയോളം പെടുന്ന അവസ്ഥ. കുട്ടിയമ്മേരെ വീട് ഏത് തന്നെ? ഓക്കെ, റൂം ഏത്? റൂം കട്ടിയതാ റൂം. കൺഫ്യൂഷൻ ആയില്ലേ? കൺഫേം. ഉറങ്ങിയായിരുന്ന ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഈ സംഭവം. അയ്യോ, സമൂഹത്തിൽ അകറ്റി നിർത്തുവാണെങ്കിലും നമുക്കൊരു മനസ്സൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇന്നാണ് മോഷണത്തിന്റെ സുഖം അറിഞ്ഞത്. പിടിച്ചോ. രണ്ട് 4 6. ശരിക്കും ഈ വീട്ടിൽ എത്ര കാലാ? അമ്മച്ചിയുടെ 2, സിസിലിക്കുട്ടിയുടെ 2, എന്റെ 2. അപ്പൊ 6 കറക്റ്റാണ്. വെറുതെ ആ കൊച്ചിനെ തെറ്റിദ്ധരിച്ച്. എന്നാലെ കൺഫ്യൂഷൻ മാറുന്നില്ല. 2 4 6 8 കാലിയോ? അപ്പൊ ആരും ഉണ്ടല്ലോ. ഹായ്, സോറി. ഹലോ, എപ്പ വന്നു? കുറച്ചേരമായി. അതെ, കൊറേ നേരമായോ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ശരി സമയമായി. എന്റെ ദൈവമേ, ഞാൻ പോലും ഇത്രയും സമയം ഇവളുടെ അടുത്ത് കിടന്നിട്ടില്ല. ഭാഗ്യവാനേ, ഇതെങ്ങനെ സംഭവിച്ചു? പെട്ട് കിടന്നു പോയതാ. പെട്ട് കിടന്നു പോയതാണല്ലേ? നീ പെട്ട് കിടന്നു പോയതായിരിക്കും. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവള് പെറ്റ് കിടക്കണം ഞാൻ കാണേണ്ടി വരും. പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല, അതിന്റെ ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞ് ഈ തള്ള എന്റെ വള്ളച്ചോറിലടിക്കും. അലിമ്പ് പരിപാടി കാണിക്കരുത്. ഞാനാ? നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ അവിടെ വന്നത്. എന്റെ ഭാര്യ എടുത്തിരുന്നതാ? അല്ല എടാ, നീ പറഞ്ഞ് നിന്റെ അമ്മയുടെ അലമാരയിൽ നിന്ന് പൈസ എടുത്ത് നിനക്ക് തരണം, അത് നീ നിന്റെ അമ്മയ്ക്ക് കൊടുക്കും, അപ്പൊ നിങ്ങളെ കുടുംബ പ്രശ്നം തീരുമെന്ന്. അത്രയല്ലേ ഞാൻ പറഞ്ഞു. അല്ലാതെ ചാടിക്കേറി എന്റെ പെണ്ണുമുള്ള അടുത്ത് കിടക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞ.
എടാ ഞാൻ വെറുതെ ഉറങ്ങിയാന്ന് പറഞ്ഞ് 2 വിരലും കൊണ്ട് ചെന്നതേ ഉള്ളൂ. കടുവാക്കുട്ടി പിടിക്കണാണൊക്കെ ഒരു പിടുത്തം. അവളാ ഓ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉരുളുപൊട്ടൽ വരുമ്പോ ഒരു കച്ചിത്തീരുമാണെങ്കിൽ കയറി പിടിക്കും. വന്ന കാര്യം സെറ്റ്. എന്റെ കമ്മീഷൻ തന്നാ ഞാൻ അങ്ങ് പോവാം. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കി തരാം. അയ്യോ, ആരെയാ പോത്തച്ചാ, എന്താ ഈ പാതിരാത്രി തന്നെ? ഇതാരാടവൻ? ഇതാരാ ഇത്? പാതിരാത്രി എന്റെ പേര്? മനസ്സിലായില്ലേ? ചക്കച്ചാമ്പറമ്പിലെ ഇവളുടെ അപ്പച്ചൻ പറഞ്ഞു വിട്ട മാത്തച്ഛൻ. ചാക്കോച്ചായി കുഞ്ചാക്കോയ് ഈ പാതിരാത്രിക്ക് എന്റെ ബെഡ്റൂമിൽ നിനക്ക് എന്താ കാര്യം? ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാ ദിവസവും പള്ളി പോകുന്ന കുഞ്ഞാ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാതിരാത്രിക്ക് എന്റെ ബെഡ്റൂമിൽ നിനക്ക് എന്താ കാര്യം എന്നാ ചോദിച്ചു. അമ്മച്ചി ഇവളുടെ അപ്പച്ചൻ ഷെയർ കൊടുത്തു വിട്ടതാ ഇല്ലേടാ? ഈ സമയത്താ? അതെ പിടിച്ച്. എന്റെ ദൈവമേ, അവരുടെ കാശി അവരുടെ സമയം നമുക്ക് എന്ത് നോക്കാനാ? അത് ഏതായാലും കിട്ടിയില്ലേ? പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞപ്പോ പറഞ്ഞ പണം കൈ കിട്ടി. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യണം. ഇനിയെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോയി കിടന്നോട്ടെ. എന്റെ ഈശോയെ, ഞാൻ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കാം. ഇത് മോളെ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന്. അതിനുള്ള യോഗ്യത ഇവനുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചു വിടാം. എന്റെ ദൈവമേ, ഇന്നത്തെ രാത്രി ഇവൻ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അല്ല ഞാൻ പഴയ വീടാണ്, പൊളിക്കല്ലേ. ആ, ഓ മാത്തച്ഛനിങ്ങ വന്നേ. പോത്തച്ചാ, ഇവിടെ വാ. ഇനി എന്താ? പാതിരാത്രിക്ക് എന്റെ ബെഡ്റൂമിൽ കയറി എന്റെ പെട്ടി തുറന്ന് എന്റെ പണമെടുത്ത് എന്നെ തന്നെ പറ്റിക്കാൻ നോക്കുന്നോടാ പട്ടി. പിന്നെ ഞാൻ- അമ്മച്ചിയുടെ പൈസയാന്ന്. ഈ പഞ്ചായത്തിൽ പൂത്ത പണമുള്ളത് ഈ കുട്ടിയമ്മയ്ക്ക് മാത്രമേ. എന്നിട്ട് എന്നാ തട കളിക്കുന്നത്? അമ്മച്ചി അമ്മച്ചിനെ തന്നെ നല്ലതിനാ. കഷ്ടപ്പെട്ട് സ്വന്തമായിട്ടുണ്ടാക്കിയ പണം സൂക്ഷിക്കാൻ അറിയത്തില്ലാത്ത പൊട്ടിയായി പോയല്ലോടാ ഞാൻ. ഈ അമ്മച്ചി വീട് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും നോക്കാനില്ല. ചക്കച്ചാൻ പറമ്പിന്ന് ഒരു മുരുക്ക് വെട്ടി ഒരു കുരിശുണ്ടാക്കിയിട്ട് അവരെ നെഞ്ചത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ നോക്കണം. അങ്ങനെയൊന്നും ഞാൻ ചാകത്തില്ലടാ പോത്തച്ഛ. എന്നെയും ഈ ഷോനെയും ഈ അമ്മച്ചി ഒന്ന് അനുഗ്രഹിച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്റെ മുടി കേടാക്കരുത് കേട്ടോ. കൂടിയൊന്നും കേടാക്കില്ല. ഒന്നാമത്തെ കാര്യം, ആൾക്കാരെല്ലാം ആകെ ഡിപ്രഷൻ അടിച്ചിരിക്കുക. എന്തെറ്റി? എല്ലാവർക്കും സമയമില്ലല്ലോ, ജീവിക്കാൻ വേണ്ടി ഓടുക. ആ. അപ്പൊ ആ ഡിപ്രഷൻ ഇടയിൽ ഇങ്ങനെയുള്ള ഷോ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് സന്തോഷം കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ ഈ ലോകം മുഴുവനുള്ള മലയാളികള് ഈ പ്രോഗ്രാമിനായിട്ട് ഇത്തിരി നേരം ചെലവഴിച്ച് അവരുടെ മനസ്സ് ശാന്തി കിട്ടട്ടെ, സന്തോഷം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹവും ദൈവം തരട്ടെ എന്റെ മോക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നല്ലോ. എവിടെ നിർത്തി അടിയും? അത് ടൈമുണ്ട്. അതെന്റെ കയ്യിൽ കിടക്കട്ടെ കേട്ടാ. കുട്ടി ഉടുപ്പ് എനിക്ക് മേടിച്ചു. ഇടാം. നല്ല ന്യൂജനാണല്ലോ. പിന്നല്ലേ നമ്മള് ഈ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളെ പോലെ ഒന്നും അല്ല ഞാൻ. ചക്കപ്പഴം തന്നാലേ എനർജി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു. ഈ ന്യൂജൻ അമ്മച്ചിയെ പറ്റി എന്ത് പറയണം? സൂപ്പർ അമ്മച്ചി. താങ്ക് യു മൈ ഡിയർ. ഇംഗ്ലീഷാ? പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. ചിരി ഒരു സാധനം ഉണ്ടല്ലോ, നമ്മള് എന്ത് വിഷമത്തിലിരുന്നാലും നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ നമ്മുടെ മൂഡിനെ എലിവേറ്റ് ചെയ്ത് എല്ലാം മറന്ന് സന്തോഷത്തോടെ ചിരിക്കാനുള്ള കുറച്ച് മൊമെന്റ്സ് നിങ്ങൾ തന്നു. താങ്ക് യു സോ മച്ച്. കൗണ്ടറുകൾ എമ്മാതിരി കൗണ്ടറുകളാ. നിന്ന് സമയം കളയാതെ പ്ലീസ്, ഈ ഒരു സമയം മതിയല്ലോ. ജസ്റ്റ് നിന്ന് ലാഗ് അടിക്കാതെ വൻ പൊളിയായിരുന്നു. അമ്മച്ചി ഉറങ്ങി വാ. എനിക്ക് പേടിയായിച്ച. എന്തിനു പേടിക്കണേ? ഞാനില്ലേ അപ്പുറത്തേക്ക് പോവാ. പേടിയായിച്ച. എന്തിനാ പേടിക്കണേ? വാ, ഇവിടെ കിടന്ന് ലാഗടിക്കുന്ന സമയം മതിയില്ലേ അവിടെ പോയിട്ട് വരാൻ. ജോബിയണ്ണ, നിങ്ങള് പിന്നെ അമ്മച്ചിയായിട്ട് അങ്ങ് ജീവിച്ചു. അതെ അതെ, ഈ അമ്മച്ചി ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് എന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും പറയും, അപ്പൻ എപ്പോഴാ ഒന്ന് മീശം വെച്ചോണ്ട് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ അപ്പനെ മീശ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മീശ ഇല്ലാതെ ഈ ജന്മം അങ്ങ് തീർക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സമ്മാനിച്ചതിന്. ശരിക്കും നിങ്ങളിങ്ങനെ ഈ റൊമാൻസ് ഒക്കെ കാണിക്കുമ്പോണ്ടല്ലോ, ഞങ്ങളെ ചിരിപ്പിക്കാനുള്ള ഒരു ലൈനാണ്, ഒരു ചെയിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണേ ഉണ്ടായിരുന്നില്ല. ഗംഭീരായിരുന്നു. ആൻഡ് കള്ളൻ ഓൾസോ മുതലാക്കിയല്ലേ സജി. കള്ളന്റെ മറ്റേ ഡയലോഗാ ആദ്യമായിട്ടാ കക്കാൻ വന്നിട്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം
ഇനി ഉല്ലാസേട്ടന്റെ ടീമിലേക്കാണ് ഈ ഒരു പന്ത്. ഞങ്ങൾ അങ്ങോട്ടാണ്, ആ കോട്ടിലേക്കാണ്. അതിനു മുമ്പ് കുറെ അമ്മമാരുണ്ട് ഇവിടെ. ഈ അമ്മച്ചിയുമായിട്ട് ആ അമ്മ തലാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനും വീട്ടിൽ എങ്ങനെയാന്ന് പറയണ്ടോ? ഇത്രയും പ്രായമായിട്ട് നോക്കിക്കേ, അത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാം കണ്ട് ചിരിച്ച് അതിന്റെ മുഖത്തെ തുടിപ്പ് നോക്ക്. അങ്ങനെയാണ് അമ്മച്ചി. അമ്മേ നല്ല ചിരിച്ചല്ലോ. നന്നായി ചിരിച്ചു. അപ്പൊ ചിരി ഇവിടെ അവസാനിക്കുന്നില്ല. ആ. ഇനി അങ്ങോട്ട് കൂടാൻ പോകണം ഇങ്ങോട്ട്. അതിനായിട്ട് ഞാൻ ഉല്ലാസിനെയും ശ്രുതി രജനികാന്തിനെയും വിളിക്കുന്നു. ഈ അമ്മച്ചിയുടെ മുഖത്തേക്ക് ഞാൻ ഇടക്കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണെടുക്കാൻ തോന്നണില്ല. അതാണ്. അധികം നോക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. ആ അമ്മച്ചിയുടെ സ്വഭാവം അത്ര ശരിയാണ്. ഇവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി എന്താ? ഒരു ടാസ്ക് ആണ് നമ്മൾ കൊടുക്കാണ്. സാധാരണ ഒരു വീട്ടിൽ ഒരു 2 ദിവസം നടക്കുന്ന പ്രക്രിയകൾ ഒന്ന് കാണിക്കണം. ഇവരുടെ ഒരു ദിവസത്തെ ഒരു ഡേ എങ്ങനെയാ നോക്കാം. എന്റെ മോനും മോളുവാ ആ അമേരിക്കയിൽ നിന്ന് 2 ആഴ്ചത്തെ ലീവിന് വന്നതാ. നാട്ടിലേക്ക് വന്നതാ. ഇത് തോമാച്ചൻ, അത് ഗിൽട്ട. അപ്പോ എന്തായാലും ഇനി അവരായി, അവരുടെ ജീവിതമായി ലൈവ് ടാസ്കാ. അതെ, ടൈം സ്റ്റാർട്ട്സ് നൗ. അമ്മച്ചി അനുഗ്രഹിക്കണം. എന്റെ പൊന്നു വന്നു. അല്ല ഏയ്, ഏയ്, അല്ല ദാസേ, കിട്ടല്ലേ? ഇങ്ങനെ കിടക്കാനല്ല. വന്ന വഴിക്ക് നിങ്ങൾ കിടന്നുറങ്ങാ. പിന്നെന്താ അല്ല, എയർപോർട്ടിൽ ഇറങ്ങിയില്ല. അമ്മച്ചയുടെ അടുത്തൊരു വിശേഷമൊക്കെ ചോദിച്ചൂടെ? തെറ്റിലാകൊണ്ടെന്ന എടി എന്നാന്നറിയോ, ആ. അമേരിക്കയിലോ അവർക്ക് ഒരുമിച്ച് കിടക്കാൻ സമയം കിട്ടുക. I see. ഇവിടെ വരുമ്പോഴാണ് ഇച്ചിരി സമയം കിട്ടുന്നത്. ആ സമയം മൊത്തം ഈ വയറും കടന്ന് ഉറങ്ങുള്ളൂ, വേറെ ഒന്നുമില്ല. ഉറക്കം കഴിഞ്ഞു. ആ കേക്കടാ, കേക്കടി. പോയി അടുക്കള കയറി. പോ, പോ. എല്ലാം കൊണ്ട്. അടുക്കള കയറി. നിന്നോണ്ടിരുന്നാ മതിയോ? അവിടെ കിടക്കുന്ന വയറ് ഞാൻ കുറയും. കേറാൻ വെട്ട് കീറും. ആ. മൊത്തം അടിക്കും. അമ്മച്ചി, അങ്ങനെയാണ് അടിക്കുന്നത്. ആ അമ്മച്ചി, ആ. ആ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് വരൂ. അതെ, അവരൊന്ന് ജീവിക്കട്ടെ. ഇങ്ങനെ ആ. ഇങ്ങനെ അടിക്കണം. വരി നോക്കി വെച്ച്. ഇതെല്ലാം ഞാനാണ് ഗംഭീരല്ലേ ചെയ്യേണ്ടത്. അമ്മച്ചി, അമ്മച്ചി, ആ. നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞേക്കാം. അതെ, അതെ, എന്റർടൈനിങ് ഇല്ലെങ്കിൽ അമ്മച്ചിക്ക് തല്ലാട്ടോ. ആ കോടാലി നശിപ്പിച്ച്. നശിപ്പിച്ചു. എന്റെ കോടാലിയുടെ കൈയ്യ് ആ മുരളി ഉണ്ടാക്കി തന്ന കോടാലി വെച്ച് തല അടിച്ചതാ. ഉല്ലാസ് വിറവിട്ടിട്ട് വയറ് വന്ന് മുട്ടി നിൽക്കുന്നതല്ല, കോടാലി കൊള്ളുന്നില്ല. അമ്മച്ചി പൊടി പിടിച്ചു പോയി. ഇനി ആ തുണി അലക്കടി നോക്കി നിൽക്കാതെ. അഴക്ക് അയ്യോ, ഇങ്ങനെയാണോ? ആദ്യം ഈ മുണ്ടങ്ങ് കയറ്റി കുത്തിയിട്ട് അമ്മച്ചി പതുക്കെ. ദേ ഇങ്ങനെ നിങ്ങളുടെ തള്ള ഇങ്ങനെ. ആ, പെട്ടെന്ന് പെട്ടെന്ന്. അണ്ണൻ അമേരിക്കയിലും വീട്ടിൽ വന്നാൽ ഇത് തന്നെയാണ് ഇവൻ വാഷിംഗ്ടണിലാ. ഇവൻ 10 കണക്കിന് തുണി അലക്കും അവിടെ. അതാണ് ഇവൻ വാഷിംഗ്ടൺ എന്ന് പേര്. അമ്മച്ചി നല്ല മക്കളാ. നല്ല മക്കളാ. അതെ. അത് മതി, അത് മതി. ആ, അല്ലടാ. എറിയടി. അമ്മച്ചി കുറച്ച് അങ്ങോട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ എറിയുന്നത്. അതും അമ്മച്ചിക്ക് അറിയോ? എല്ലാം അറിയാൻ പറ്റും. അയ്യേ അയ്യേ അയ്യേ. ഇത് ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം. രാത്രി 9:30. വരെയായല്ലേ? അമ്മച്ചി എന്തോ? ഗുഡ് നൈറ്റ്. അമ്മച്ചിക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് തന്നിട്ട് കിടക്കടി. അമ്മച്ചി നല്ല എടുത്താൽ മതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. മതി. എടാ, നേരം വെളുത്തു. നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താ ഇതും വെച്ചോണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ഇരിക്കാൻ തുടങ്ങി. നിന്റെ വയറ് വീർക്കുന്നല്ലാതെ അവളുടെ വയറ് വീർക്കും. എന്തൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ ഫ്രണ്ടിലിരിക്കണ അമ്മമാര് ചിരിയോട് 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 ചിരി. അതെന്താ? കോമഡി ഷോ കാണാൻ വന്നിട്ട് അവര് ചിരിക്കണ്ടേ? താങ്ക് യു സോ മച്ച്. അമ്മച്ചിയെ നമ്മൾ ഇതില് ലൈക് പെട്ടെന്ന് ഇതില് ഒന്ന് നിന്നിട്ട് പോകാൻ പറഞ്ഞതാ, പക്ഷെ അമ്മച്ചിയും ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. Vows's moment of the day. Congratulations to Vedika and Niraj. നമ്മുടെ ശൈശവിവാഹം കഴിഞ്ഞിരിക്കുന്നു. ആച്ച ചന്തുവിനുള്ളതാണ്. ഇനി ചന്തു ആച്ചയ്ക്കുള്ളതാണ്. ചന്തു ആർച്ചേ. ഒരു വാവ്
പെർഫോമൻസ് ആയിരുന്നു ഇവർ നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ ദിസ് വോ പെർഫോമൻസ് വി ആർ ഗിവിംഗ് ദം എ വോവ് ഹാമ്പർ, ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. പ്രസന്റഡ് ബൈ സൺഫീസ്റ്റ് വൗസേഴ്സ്. ഓരോ ബൈറ്റിലും വോവ് ആയിരിക്കും കേട്ടോ അവരത് കഴിക്കുമ്പോൾ. വിത്ത് 14 layers of flaky deliciousness. Congratulations. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇട്ടിട്ടെ. ഹാപ്പി ആയോ? ഒരുമിച്ച് വോവ് പറയാം. റെഡി? 1 2 3 വാവ്. കേരളം സൂപ്പർ ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ടൈം പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. ത്രൂ ഔട്ട് ഇങ്ങനെ പല രീതിയിലുള്ള സ്കിറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അതിലെ കൗണ്ടേഴ്സ് കേൾക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ നമ്മൾ ചിരിച്ചു പോകും. മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയി പോകും അല്ലേ. ഏതായാലും ഇനിയും ഒരുപാട് നിങ്ങളെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം IHLA ഓസ്ട്രേലിയ ആൻഡ് Pavalam Cook Off Smart Curry Powder. See Kerala Super Show co-presented by Sunfeast Vouchers, co-powered by Indian Institute of Commerce, Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream. Special partners Kia Ceros, Aquastar UPVC Rain Gutters and Cardia Coconut Oil. Energy partner Suntips Tea. Saying to the bye. Good night.